ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉടൻ വ്യാപാര കരാറിൽ ഏർപ്പെടുമെന്ന് ഡൊണാൾഡ് ട്രംപ്. മോദിയെ തനിക്ക് ഇഷ്ടമാണെന്നും തന്റെ അടുത്ത സുഹൃത്താണ് മോദിയെന്നും ട്രംപ് പറഞ്ഞു. പ്രധാനമന്ത്രി മോദി തന്റെ അടുത്ത സുഹൃത്താണ്. തന്റെ സന്ദർശനം ഇതുവരെ ഉണ്ടാകാത്ത വലിയ സംഭവമാകുമെന്ന് മോദി പറഞ്ഞതായി ട്രംപ് അറിയിച്ചു. തന്റെ പ്രിയ സുഹൃത്ത് നരേന്ദ്രമോദിയുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപിന്റെ പ്രതികരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ നല്ലൊരു സുഹൃത്താണെന്നും അദ്ദേഹം കൂട്ടിച്ചു. നമ്മൾ മലയാളികളെ എങ്ങനെയാണ് ഈ നാട്ടിലെ മാധ്യമങ്ങൾ പറ്റിക്കുന്നത് എന്നതിന്റെ തെളിവാണ് നിങ്ങൾ ഇപ്പോൾ കണ്ട മോദി ട്രംപ് വാർത്തകൾ. ഇപ്പോൾ എല്ലാ മാധ്യമവും ആഘോഷിക്കുന്ന ഈ വാർത്തയുടെ യഥാർത്ഥ ലക്ഷ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത ഒളിപ്പിച്ചു വയ്ക്കലാണ്. ആ വാർത്ത ഇന്ത്യക്ക് മേൽ അധിക തീരുവ ഈടാക്കാൻ US 12.5% തീരുവ ഈടാക്കും. നിർദ്ദേശം നിർബന്ധിത തൊഴിൽ തടയാൻ ശ്രമമില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്ത്യക്ക് വീണ്ടും 12.5% അധിക നികുതി ഏർപ്പെടുത്താൻ അമേരിക്ക തീരുമാനിച്ച വാർത്ത നമ്മൾ ഇന്ത്യക്കാരൊക്കെ അറിഞ്ഞ് മോദിയും കൂട്ടരും വീണ്ടും നാണം കെടാതിരിക്കാനാണ് ഈ നാട്ടിലെ കള്ളന്മാരായ മാധ്യമങ്ങൾ മോദിയും ട്രംപും അടുത്ത സുഹൃത്തുക്കളാണ്, അവർ തമ്മിൽ അളിയ ബന്ധമാണെന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുത്ത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഒരു അടിമയെ കാണുന്ന പോലെയാണ് അമേരിക്ക എന്ന രാജ്യം ഇന്ത്യയെ കാണുന്നത്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങരുതെന്ന് അമേരിക്ക പറഞ്ഞാൽ ഒരു മടിയുമില്ലാതെ മോദിയും BJP സർക്കാരും അതനുസരിക്കും. അമേരിക്കൻ അനുമതി കിട്ടാതെ എത്ര പ്രതിസന്ധി ഉണ്ടായാലും റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങുകയുമില്ല. അങ്ങനെ അമേരിക്കയുടെ താളത്തിന് തുള്ളുന്ന ഒരു രാജ്യമായി നമ്മുടെ ഇന്ത്യയെ മാറ്റി എന്നത് തന്നെയാണ് മോദിയുടെ ഏക ഭരണ നേട്ടം. 1947 ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടുമ്പോൾ ഇന്ത്യ ഇന്നത്തെ പോലെ ഒരു വലിയ സാമ്പത്തിക ശക്തി ആയിരുന്നില്ല, വെറും ഒരു മൂന്നാം ലോക രാഷ്ട്രം. പക്ഷേ അന്ന് പോലും അമേരിക്കയുടെയോ സോവിയറ്റ് യൂണിയന്റെയോ താളത്തിന് തുള്ളാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ തയ്യാറായിട്ടില്ല. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ലോകത്തെ നിയന്ത്രിച്ച ആ ശീതയുദ്ധ കാലത്ത് പോലും ഇരു ശക്തികളെയും വെല്ലുവിളിച്ച് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം വഹിച്ച ഒരു രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യ. ആ ഇന്ത്യയെ അമേരിക്കയുടെ പാവയാക്കി മാറ്റിയ ഈ മോദി ഭരണം ഇനിയും വേണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കും. അതോടൊപ്പം നിങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കി BJPക്ക് വേണ്ടി 24/7 പണിയെടുക്കുന്ന ഈ വാർത്താ മാധ്യമങ്ങളെ ഇനിയും വിശ്വസിച്ച് സ്വയം വിഡ്ഢികളാകണോ എന്നും നിങ്ങൾ തന്നെ ആലോചിച്ച് തീരുമാനിക്കും.